അളിയോ വരൂ വരൂ. വാ മോളെ, കേറി വാ. കേറി വന്നാട്ടെ ചേട്ടാ. വരൂ ചേട്ടാ, വാ വാ വരൂ. ആ ചെല്ല്. എന്താ അളിയാ ഇങ്ങനെ? എന്തു പറ്റിയളിയാ? ബന്ധുക്കളെ വിളിക്കുന്നത് പോലെയല്ല. ആ പിന്നെ ആദായത്തിന് സാരി വിളിക്കുന്നവര് വിളിക്കുന്നത് പോലെയുണ്ട്. എന്റെ മോഡുലേഷൻ അത്രയ്ക്ക് മോശമാണെന്നാണോ? ദുരന്തമാണ്. എന്നെ കണ്ടു നോക്കിയോ. വെൽക്കം മാഡം. വെൽക്കം. ഇതെങ്ങനെയുണ്ട് അളിയാ? എങ്ങനെയുണ്ടെന്നോ? ഹോട്ടലിന് മുമ്പിൽ അകത്തേക്ക് ആളെ കയറ്റാൻ നിർത്തത്തില്ലേ, അതുപോലെയുണ്ട്. അങ്ങനെ അവസാനം ശ്രീകറിന്റെ കല്യാണ സദ്യ കഴിക്കാൻ പറ്റിയല്ലോ. എല്ലാത്തിനും അതിന്റേതായ സമയമുണ്ടല്ലോ. കുറെ കാലത്തെ സ്വപ്ന ഇന്ന് അത് സഫലമാവാൻ പോകുന്നു. ഇനി എല്ലാ ചുമതലകളും ഞാൻ എന്റെ മരുമകളെ ഏൽപ്പിക്കാൻ പോവാ. അടുത്ത തലമുറയെ ഞങ്ങൾ ഏൽപ്പിക്കേണ്ട ആചാരാനുഷ്ഠാനങ്ങളെല്ലാം ഞങ്ങൾ അവളെ ഏൽപ്പിക്കും. ഈ കല്യാണം അവിടുത്തെ ഗ്രാമങ്ങൾക്കൊരു ഉത്സവമായിരിക്കും. ഈ കല്യാണം അവരുടെ നന്മയ്ക്ക് വേണ്ടിയാ. നിങ്ങളുടെ ചിന്തകൾ നല്ലതാണ്, അതുകൊണ്ട് നല്ലതേ സംഭവിക്കൂ. നിങ്ങളുടെ എല്ലാവരുടെയും ആശീർവാദം അവർക്ക് രണ്ടുപേർക്കും വേണം. നിങ്ങൾ അങ്ങോട്ട് ചെല്ല. തിരുമേനി, എല്ലാം തയ്യാറല്ലേ? എല്ലാം തയ്യാറാണ്. ഇനി നിങ്ങള് വധുവരന്മാരുടെ കാര്യം നോക്കിക്കോളൂ. ആയിക്കോട്ടെ. ലാവണ്യ, എന്താ അമ്മേ? നിങ്ങള് പോയി ശ്രീകരനെ നിഹാരികയും പെട്ടെന്നൊന്ന് ഒരുക്കാൻ നോക്ക്. ശരി അമ്മേ. രാധ, അച്ഛാ, പോയി ശ്രീകരെ ഒരുക്കാൻ നോക്ക്. ചെല്ല് വേഗം. അളിയ, അവനെ കുറിച്ച് നമ്മൾ വെറുതെ ഓരോന്ന് ആലോചിക്കോ? എല്ലാം കൂളായിട്ട് പോകുന്നുണ്ടല്ലോ. അതേ വല്യേട്ടാ, അവന് വന്ന് ഇവിടുത്തെ കല്യാണമൊക്കെ മുടക്കുമെന്നുള്ള രീതിയിലായിരുന്നല്ലോ സംസാരമൊക്കെ. അതിനുള്ള ചാൻസ് ഒന്നും ഇനി കാണുന്നേയില്ല. പക്ഷെ എനിക്കെന്തോ അവന് തീരെ വിശ്വാസമില്ല. മഴക്കാലം വന്നാ പാറ്റ എവിടുന്ന് വേണേലും വരാമെന്ന് പറയുന്നത് പോലെ അവന് എപ്പോ വേണേലും ഇങ്ങോട്ട് വരാം. ഒരുക്കങ്ങളൊക്കെ കുഴപ്പമില്ലാതെ നടന്നു. ഇനി കല്യാണം നല്ലതുപോലെ നടന്നാ മതിയായിരുന്നു. ആദ്യം നമുക്ക് അവരെ പോയി ഒന്ന് ഒരുക്കാം. വാ, നടക്ക. ശരി, ആ ശരി ചേച്ചി. നിഹാരികയുടെ അച്ഛനും വരുന്നല്ലോ. വരൂ വരൂ. നമസ്കാരം. അല്ല, നിങ്ങൾ എന്താ എത്ര വൈകിയേ? നിങ്ങളും ഗസ്റ്റിനെ പോലെ വൈകി വരാൻ പാടില്ലായിരുന്നു ഗൗതമി. പ്രതീക്ഷിക്കാതെ ലേറ്റ് ആയിപ്പോയി. ഒന്നും തോന്നല്ലേ? നിഹാരിക ഒന്ന് കണ്ടിട്ട്. അയ്യോ നിക്ക്. കുട്ടികളെയൊക്കെ അങ്ങോട്ട് പറഞ്ഞയച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാം. ശരി. പൊന്നേ, എന്റെ പൊന്നേ, ഇനി ഈ വീട്ടിലേക്ക് വരരുതെന്ന് പറഞ്ഞതല്ലേ? എന്തിനാ വന്നേ? ഞാൻ നിന്റെ പൊന്നിന്റെ താലിയായിട്ട് വന്നതാ എന്റെ പൊന്നേ. ഇതാ പിടിച്ചോ. ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് വിചാരിച്ചോ നീയെ? ഇത് റോൾഡ് ഗോൾഡും അല്ല, 1 ഗ്രാമില് പൊതിഞ്ഞതുമല്ല, നിന്റെ തന്നെയാ, ഒറിജിനൽ. ഇത് നിനക്ക് എവിടുന്ന് കിട്ടി? നിനക്ക് എവിടുന്നാ പൈസ? പണയം വെച്ച് കിട്ടിയ പൈസ ഞാൻ ഒരിടത്ത് കൊണ്ടേ ഒളിച്ചു വെച്ചിരുന്നു. 1000 രൂപ കുറവായിരുന്നു. അത് ഞാൻ വേറെ ഒരു ഫ്രണ്ടിന്റെ അറേഞ്ച് ചെയ്തു. നിനക്ക് 1000 രൂപ കടം തരുന്ന ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ? നരസിംഹത്തിന്റെ ഫാൻ ഫോളോയിങ് എന്താന്ന് നിനക്ക് അറിയാഞ്ഞിട്ടാ പൊന്നെ. ഞാൻ മനസ്സറിഞ്ഞ് ചോദിച്ചാ ഭഗവാൻ എനിക്ക് തരും. ഇത് നിന്റെ കഴുത്തില് ഞാൻ തന്നെ ഇട്ടു തരാം. ഈ മഞ്ഞച്ചരട് എന്തിനാ? എടുത്തു കളഞ്ഞാലോ? അവനി
നീ പറഞ്ഞതുപോലെ പണയം വെച്ച താല് ഞാൻ മര്യാദയ്ക്ക് തിരിച്ചെടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ കണ്ടോ നിന്റെ ചേച്ചിയെ കാണാൻ എന്ത് ചന്തമാണെന്ന്. ഇനി ഒരിക്കലും ഇതുപോലെയുള്ള തോന്നിവാസം കാണിക്കരുത്. അപ്പൊ അതിന്റെ റിയാക്ഷൻ മറ്റൊന്നായിരിക്കും. അയ്യേ, ഒരിക്കലുമില്ല. പൊന്നെ, ഇനിയെങ്കിലും എനിക്ക് ആഹാരം തരാവോ? വീട്ടിലെ ഫുഡ് കഴിച്ചില്ലെങ്കിൽ എന്റെ ആരോഗ്യത്തിനല്ലേ അതിന്റെ കേട്. ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ആണോ? ചേച്ചി, നമുക്ക് പോയാലോ? ആ, നിങ്ങൾ എങ്ങോട്ടാ പോണേ? ശ്രീകരേട്ടന്റെ കല്യാണത്തിന്. ആ, ആ, എന്താ? നിങ്ങൾ കേട്ടത് സത്യോ? നിന്റെ കഴുത്തിൽ താലി കെട്ടിയത് ശ്രീകരല്ലേ? പിന്നെ ശ്രീകരന്റെ കല്യാണം എന്ന് പറഞ്ഞ എന്താ? ഇപ്പൊ നിഹാരിക്ക് കല്യാണം കഴിക്കാൻ പോവല്ലേ? പിന്നെ നീ വികാസിനെ കല്യാണം കഴിക്കാൻ പോവാന്ന് പറഞ്ഞതോ? പറഞ്ഞു. വികാസിനെ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞ് ശ്രീകരന്റെ കല്യാണത്തിന് എന്തിനാ പോണേ? ബന്ധുക്കളുടെ കല്യാണത്തിന് പോകാതിരിക്കാൻ പറ്റുമോ? അവിടുത്തെ കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ? പൊന്നെ, നിന്റെ അനിയത്തിയുടെ തലച്ചോറ് അവിടെ തന്നെ ഉണ്ടോ? ഉണ്ടളിയാ. ആ, ഇതെന്താ എനിക്കാകെ തല കറങ്ങുന്നത് പോലെ. ചേച്ചി, പോകാം, വാ. ഈ ചേച്ചി അനിയത്തി എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. ശ്രീകറിന്റെ നിഹാരികയുടെ കല്യാണം നടക്കുമ്പോ നിനക്ക് എങ്ങനെയാ അവന് ഇത്ര നോർമലായിട്ട് നിൽക്കാൻ പറ്റുന്നേ? ഞാൻ എങ്ങനെ നിന്നാലും എനിക്ക് എന്തായാലും നല്ലത് മാത്രമേ സംഭവിക്കൂ. നിങ്ങൾ മറ്റൊന്നും ആലോചിക്കാതെ വാ. ഓട്ടോ, വാ. വെയിറ്റിംഗ് ഫോർ യുവർ ഫോൺ അവണി. പെട്ടെന്ന് ഫോൺ ചെയ്യോ, ഉടനെ ഇവിടെ നിന്ന് ഇറങ്ങിക്കോളാം. പണ്ട് ഞാൻ എന്റെ നാത്തൂനെ ആ MLA മകൻ സുരേന്ദ്രനെ കൊടുത്തിരുന്നെങ്കിൽ 10 ലക്ഷം കിട്ടിയാനെ. ഇടയ്ക്കിടയ്ക്ക് പണം പറിക്കുന്ന മരം പോലെയും സുരേന്ദ്രനെ ഉപയോഗിക്കായിരുന്നു. അവന് പക്ഷെ അതിനുള്ള അവസരം തന്നില്ല. ഇത്ര കാലം കഴിഞ്ഞ് ആ ഭാഗ്യം വീണ്ടും വികാസിന്റെ രൂപത്തിൽ വന്നിരിക്കുക. വികാസിനെങ്കിലും എനിക്ക് സ്വർണ്ണ താറാവിനെ പോലെ ഉപയോഗിക്കണം. ഹലോ അവണി. ഞാനാണ് ബ്രദറെ, നരസിംഹ. താനോ? അവനിയുടെ അടുത്തുനിന്നൊരു കോള് വരാൻ വേണ്ടി നീ അവിടെ കാത്തിരിക്കാന്ന് എനിക്ക് മനസ്സിലായി. കല്യാണം അല്ലേ, അതുകൊണ്ട് നല്ല എക്സൈറ്റ്മെന്റിലാ ഞാൻ. അതല്ല, ഞാൻ പറഞ്ഞ കാര്യം നീ ചെയ്യുന്നുണ്ടോ? ഈ നരസിംഹം ഉണ്ടല്ലോ, പൈസ കിട്ടുന്ന ജോലിയാണെങ്കിൽ 24 മണിക്കൂർ ഓൺ ഡ്യൂട്ടിയിലായിരിക്കും. നിങ്ങൾ തന്ന പണം കൊണ്ട് താലി എടുത്ത് കൊടുത്തിട്ടുണ്ട്. വീട്ടിലേക്ക് ഞാൻ കയറിയിട്ടുണ്ട്. ഗുഡ്. ഇപ്പോഴും ഞാൻ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് തന്നെയാ വിളിച്ചത്. എന്താ കാര്യം? അവൻ ഈ ശ്രീകറിന്റെയും നിഹാരികയുടെയും കല്യാണത്തിന് ഇറങ്ങിയിട്ടുണ്ട് ബ്രദറെ. അതെയോ? അതെ, 5 മിനിറ്റായി കാണും. ഇറങ്ങിയത് കല്യാണ വേഷത്തിലാണോ? അവരുടെ കല്യാണത്തിന് അവൻ എന്തിനങ്ങനെ വരണം? അവരുടെ കല്യാണത്തിനല്ല, എന്റെ കല്യാണത്തിന്. താൻ കുടിച്ചിട്ടുണ്ടോ? ഞാൻ കുടിച്ചിട്ടില്ല. നീ കുടിച്ചായിരുന്നോ? ശ്രീകറിന്റെ കല്യാണം കഴിഞ്ഞാൽ ഉടനെ ഞങ്ങളുടെ കല്യാണമല്ലേ നരസിംഹം, അതാ ചോദിച്ചേ. എല്ലാം നല്ലപോലെ ആയിരുന്നെങ്കിൽ അവരുടെ കല്യാണത്തിന്റെ അരമണിക്കൂർ മുമ്പ് അവണിയായിട്ട് എന്റെ കല്യാണം നടന്നേനെ. എന്ത് ചെയ്യാനാ, ബാഡ് ലക്ക്. ഞാൻ അങ്ങോട്ട് പോട്ടെ, നീ എവിടെ വേണം? ഒരു വശത്ത് ആവനിയെ ശ്രീകറാണെങ്കിൽ ഓൾറെഡി താലി കെട്ടിയതാ. ഇപ്പൊ വികാസ് അവളെ കെട്ടുമെന്നും പറയുന്നുണ്ട്. ആവനി സുജാതയും പുറത്ത് കാണുന്ന പോലെ അത്ര പാവങ്ങളൊന്നുമല്ല. പക്ഷേ വികാസ് ഒരു പാവമാണെന്ന് ചോദിച്ചാൽ അല്ല, ദുഷ്ടം തന്നെയാണ് അവൻ. അപ്പോ ഈ കല്യാണക്കഥ അങ്ങോട്ട് മനസ്സിലാവുന്നില്ലല്ലോ. ഇവൻ എന്ത് വിശ്വാസത്തിലാണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഈ വികാസിനി എങ്ങാനും എന്നേക്കാ വലിയ വണ്ടരാണോ? സൂപ്പർ.
ഞങ്ങളുടെ അമ്മ എത്ര കാലമായി കാത്തിരിക്കുന്ന ജാതകത്തിലുള്ള മരുമകളാ ഇവള്. അങ്ങനെ അവസാനം കല്യാണ പെണ്ണായിട്ട് ഒരുങ്ങിയിരിക്കുക. കല്യാണം കഴിക്കാതെ കിളവിയായി പോകുമെന്നാ ഞങ്ങളൊക്കെ വിചാരിച്ചിരുന്നത്. നിഹാരിയേക്ക് ഇനി ആ പ്രശ്നങ്ങളൊന്നും ഇല്ല. നിങ്ങളുടെ മകൾക്ക് ആ ഒരു അവസ്ഥ ഉണ്ടാവാതെ നോക്കിക്കോ അളിയ. ഈ കല്യാണം നടന്ന ഉടനെ എന്റെ മകൾക്ക് നല്ലൊരു ആലോചന കണ്ടെത്തി കല്യാണം നടത്തിയില്ലെങ്കിൽ ഞാൻ നോക്കിയിരിക്കുവോ? അച്ഛന്റെ അമ്മയുടെ മാനം അങ്ങാടിയിൽ വിൽക്കും ഞാൻ. ആ കച്ചവടത്തെ കുറിച്ച് നമുക്ക് പിന്നെ സംസാരിച്ച പോരെ? എന്തു പറഞ്ഞാലും നിഹാരികയുടെയും ഏട്ടന്റെയും കല്യാണം നടക്കുമ്പോ എന്റെ കല്യാണം നടക്കുന്നത് പോലെ സന്തോഷമുണ്ട് എനിക്ക്. എത്ര പരീക്ഷണങ്ങള്, എത്ര പോരാട്ടങ്ങള്. നിഹാരികയുടെ വാശി സമ്മതിച്ചു കൊടുക്കണം. മൊത്തത്തിൽ പറഞ്ഞ ഇന്നത്തോടെ എന്റെ അനിയനെ നീ സ്വന്തമാക്കി മാറ്റുമല്ലോ. നിന്റെ ഫീലിംഗ് എന്താ നിഹാരിക? സ്നേഹിക്കുന്ന ആളെ സ്വന്തമാക്കാൻ പോകുമ്പോ ആ സന്തോഷം വിവരിച്ചു തരാൻ കഴിയില്ല വസന്ത ചേച്ചി. വാക്കുകൾക്ക് അതീതമായൊരു ഫീലിംഗ്. അത് വേറെ ലെവലായിരിക്കും. നിങ്ങളുടെ കല്യാണം നടക്കാതിരിക്കാൻ വേണ്ടി അവന് എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവസാനം നീ ജയിച്ചില്ലേ? അത് തീരുമാനിക്കാൻ ഇനിയും കുറച്ച് സമയമുണ്ട് കാവ്യ. ഒരു രാജ്യത്തിന് വേണ്ടി രണ്ട് രാജാക്കന്മാരെ തമ്മിൽ പോരടിക്കുന്നത് പോലെ ആവണി ഏത് സമയത്തും കയറി വന്ന് ഈ കല്യാണം നടത്താൻ പാടില്ല എന്ന് പറഞ്ഞ് യുദ്ധം നടത്തുവാവോ? കല്യാണം 11 മണിക്കാ. ഇപ്പൊ സമയം 8 3 കെട്ട് കെട്ടാൻ വേണ്ടി ഇനിയും 3 മണിക്കൂർ സമയമുണ്ട്. അതിനുള്ളില് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്ന് എനിക്ക് നല്ല ടെൻഷനുണ്ട്. അവന് ശ്രീകരനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നും എന്നോട് യുദ്ധം ചെയ്യാൻ അവള് തയ്യാറാണെന്നും എനിക്കറിയാം. എന്തൊക്കെ നടന്നാലും അവസാനം നിങ്ങളുടെ സപ്പോർട്ടോടെ ശ്രീകരനെ എനിക്ക് തന്നെ സ്വന്തമാക്കണം. അരുതാത്തത് എന്തെങ്കിലും സംഭവിച്ച് ശ്രീകരേട്ടനെ എനിക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞ ആ അവനിയെ കൊന്നുകളയും ഞാൻ. ഒന്നോ രണ്ടോ ദിവസമൊന്നും അല്ല, 1 മാസത്തെ കഷ്ടപ്പാടാ. എന്റെ കഷ്ടപ്പാടിന് നല്ല ഫലം കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ എനിക്ക് ഭ്രാന്ത് പിടിച്ചെന്നിരിക്കും. സംഭവിക്കുന്നത് എന്താണെങ്കിലും കുറച്ചു മണിക്കൂറല്ലേ, നോക്കാം. ശ്രീകരേട്ടൻ എന്റെയാണോ ആവനിയുടേതോ ടൈം തന്നെ അത് ഡിസൈഡ് ചെയ്തോളൂ. ചേട്ടാ, വണ്ടി ഒന്ന് നിർത്താമോ? ഓട്ടോ എന്തിനു നിർത്തിച്ചേ? ഞാനിപ്പോ വരാൻ ചേച്ചി. എങ്ങോട്ട് പോവാന്? ആ ഷോപ്പിൽ ഒരു ഗിഫ്റ്റ് ഓർഡർ ചെയ്തിരുന്നു, അതിപ്പോ റെഡിയായി കാണും, എടുത്തിട്ട് വരാം. എവിടെ ഇരുന്നോളൂ. ആവനെ ഇതുവരെ ഞാൻ ഇങ്ങനെയൊന്നും കണ്ടിട്ടേയില്ല. ശ്രീകറിന്റെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാ വന്ന് അതും പറഞ്ഞ് കരയുമായിരുന്നു. ഇന്ന് പക്ഷെ ശ്രീകറിന്റെ നിഹാരികയുടെയും കല്യാണം നടക്കുമ്പോ ഒരു പേടിയില്ലാതെ ഇവള് നിൽക്കുന്നുണ്ടെങ്കിൽ എനിക്കെന്തോ ഭയങ്കര അത്ഭുതം തോന്നുന്നു. ചേച്ചി, പോവണ്ടേ? കേറ്. എന്താ ഇത്? കല്യാണത്തിന് വെറും കൈയോടെ പോകുന്നത് ശരിയാണോ ചേച്ചി? അതുകൊണ്ട് ഒരു ഗിഫ്റ്റ് ഓർഡർ ചെയ്ത. നിങ്ങൾ കേറ് ചേച്ചി. നിന്റെ വാക്കോ പ്രവൃത്തികളോ ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മളും അവിടുത്തെ മക്കളാ. അവിടെ കല്യാണത്തിന് നമുക്കും ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. വേഗം പോകാൻ. കയറ്. ഇരിക്കെ. കേറ്. വേഗം കേറ്. എടുക്ക് ചേട്ടാ.
ശ്രീകറിൻ്റെയും നിഹാരികയുടെയും കല്യാണത്തിന് എല്ലാ ഒരുക്കങ്ങളും നടത്തിയിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം നടക്കാൻ പോകുന്ന ഞങ്ങളുടെ കല്യാണത്തിൻ്റെ യാതൊരു ഒരുക്കവും ഇല്ല. ഞങ്ങളുടെ കല്യാണത്തിന് അവന് താലി എടുക്കുമോ എന്നറിയില്ല. അതുകൊണ്ടാ ഒന്ന് സേഫ് ആവാൻ ഞാൻ താലിയും കൊണ്ടുവന്നത്. അവണി എനിക്ക് വാക്ക് തന്നതുപോലെ ഈ കല്യാണം നടന്നാൽ ഓക്കെ. പക്ഷെ അത് നടന്നില്ലെങ്കിൽ അവളുടെ കഴുത്തിൽ ഈ താലി ഞാൻ കെട്ടും. ഹായ് അങ്കിൾ. ഈ കല്യാണത്തോടൊപ്പം നിന്റെ കല്യാണം നടക്കണമെന്ന് ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അവനെ അങ്ങനെ ചെയ്യുമെന്ന് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ചില കാര്യങ്ങൾ നമ്മൾ കരുതുന്ന പോലെ ആവില്ലെങ്കിൽ എന്തു ചെയ്യാനാ? നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. നിന്നോട് എങ്ങനെ നീതി കാണിക്കണമെന്നുള്ളത് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് മോനെ. ഷുവർ ആൻറ്റി. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായില്ലേ? ആ. ഞാൻ ചെയ്യേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ പറയണം, ഞാൻ ചെയ്തോളാം. ഡാ കല്യാണം കഴിയുന്നത് വരെ നീ ഒരു പ്രശ്നം ഉണ്ടാക്കാതിരുന്നാ മതി. ഇതെന്താണ് ചേച്ചി? ഇത് ആരുടെ കല്യാണമാ? എൻ്റെ നിഹാരികയുടെ കല്യാണം. ഒരു പ്രശ്നവും വരാതെ ഞാൻ നോക്കിക്കോളാം. ഇവനെ പ്രശ്നക്കാരനാ, എന്നിട്ട് പ്രശ്നം ഉണ്ടാകാതെ നോക്കിക്കോളാത്രേ. ഞാൻ പോയി ശ്രീകർ ബ്രോ എന്ന് കണ്ടിട്ട് വരാം. ആ ശരി മോനെ, ചെല്ലേ. പാവം നല്ല ചെറുക്കനാ. അവന് വലിയ ഇഷ്ടമായിരുന്നു. അവസാനം ഇങ്ങനെയൊക്കെ ആയി. വേദവതി അമ്മേ, പ്രസാദറാവ് സാറേ, ഒന്ന് നിങ്ങൾ വരിക. ഇതാ വരും. അങ്ങോട്ട് ചെല്ലാം. ഏട്ടാ, എന്താ? അവന്റെ പോക്കറ്റിൽ താലി ഉണ്ടല്ലോ. ശ്രീകറിന്റെ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ആവനി അവൻ കല്യാണം കഴിക്കുമെന്ന് മനസ്സിൽ എന്താലോചിച്ചിട്ട് പറഞ്ഞാണോ എന്തോ. ഈ കല്യാണത്തിന് 2 പേരില്ലായിരുന്നെങ്കിൽ കല്യാണം ഭംഗിയായിട്ടങ്ങ് നടന്നേനെ. ഒന്ന് അവനി, 2 നിന്റെ അനിയൻ. 2 പേരും ഇവിടെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന കണ്ടാൽ തന്നെ നമുക്ക് ടെൻഷനായിരിക്കും. ഇവൻ ഇങ്ങോട്ട് വന്നു. ആവനി ഇനി എപ്പോഴാണോ എന്തോ വരുന്നേ. ഹായ് ബ്രോ. ഓ ഹായ്. ബ്രോ, യു ആർ സോ ലക്കി ബ്രോ. നിഹാരികയെ ഇന്ന് നീ സ്വന്തമാക്കാൻ പോവുക. യാ, ഐ ആം സോ ലക്കി. ഈ ഗെറ്റപ്പിൽ നീ അടിപൊളിയായിട്ടുണ്ട് ബ്രോ. താങ്ക് യു. നീയും അതെ, കല്യാണച്ചക്കനെ പോലെയുണ്ട്. അതെയോ? താങ്ക് യു. നിന്റെ കല്യാണം നടക്കുന്നതിൻ്റെ സന്തോഷം ഒരു വശത്ത്, എൻ്റെ കല്യാണം മുടങ്ങിയതിൻ്റെ വിഷമം മറ്റൊരു വശത്ത്. രണ്ടും ബാലൻസ് ചെയ്തുകൊണ്ടിരിക്കുക ഞാൻ. എല്ലാം ഒത്തുവന്നിരുന്നെങ്കിൽ 2 കല്യാണവും ഒരേ മണ്ഡപത്തിൽ നടന്നേനെ. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നിന്റെ അടുത്ത മണ്ഡപത്തിൽ ഞാനും അവനെയും ഇരുന്നേനെ. ബട്ട് എൻ്റെ ബാഡ് ലക്ക്. ബാഡ് ലക്ക് അല്ല ബ്രോ. അവനെ പോലെ കുരുട്ടുബുദ്ധിയുള്ളൊരു പെൺകുട്ടിയെ മിസ് ചെയ്തത് ലക്കാണ്. ഞാൻ താലി കെട്ടിയതാണെന്നും അവളെ കല്യാണം കഴിച്ചതാണെന്നും കള്ളം പറഞ്ഞ പെണ്ണ അവള്. അവനിയുടെ കാര്യത്തിലെ നല്ല ഇംപ്രഷനൊക്കെ അതോടെ പോയി. ലീവ് ഇറ്റ് ബ്രോ. ഓരോ മനുഷ്യൻ്റെയും വിധി എന്തോ അതേ സംഭവിക്കുമെന്നല്ലേ. എൻ്റെ കാര്യത്തിലും അതാ സംഭവിച്ചത്. ബട്ട് ബ്രോ, ഇന്ന് 6-ാം തീയതിയാ. ഇതെൻ്റെ ഒരു ലക്കി ഡേറ്റ് ആണ്. എപ്പോൾ വേണേലും എന്തും സംഭവിച്ചേക്കാം. യു ക്യാൻ ക്യാരി ഓൺ. ഞാൻ താഴത്തെ കാര്യങ്ങൾ നോക്കട്ടെ. ശരി. എടാ മടയാ, നിന്റെ കല്യാണത്തിന് ശേഷം എൻ്റെയും അവനുടെയും കല്യാണവാ. അവന് എന്തെങ്കിലും അബദ്ധം കാണിച്ചു കഴിഞ്ഞാൽ ഒന്നും നോക്കാതെ താലി ഞാൻ കെട്ടിയിരിക്കും. നിന്നെ കാണാൻ തോന്നുന്നു. വേഗം വാ അവണി.